ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇഴപിരിയുന്ന ജനിതകരഹസ്യങ്ങൾ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാരമ്പര്യം, വ്യതിയാനം, ഗുപ്തഗുണം, പ്രകടഗുണം എന്നിവയൊക്കെയായിരുന്നു. ഒപ്പം ജനിതകശാസ്ത്രത്തിന്റെ പിതാവായ ഗ്രിഗർ ജോഹാൻ മെൻഡൽ തോട്ടപ്പയർ ചെടിയിൽ ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളും നമ്മൾ പറഞ്ഞു. ഒന്നാം തലമുറ കണ്ടെത്താനായിട്ട് അദ്ദേഹം ഉയരം കൂടുതൽ, ഉയരം കുറവ് എന്നീ ഗുണങ്ങളാണ് തിരഞ്ഞെടുത്തത്. ആ ഗുണങ്ങൾ തമ്മിൽ വർഗസങ്കലനം ചെയ്തപ്പോൾ ഒന്നാം തലമുറയിൽപ്പെട്ട ചെടി ഉയരം കൂടുതലായി കാണപ്പെട്ടു. അവിടെ ഉയരം കുറവ് എന്ന ഗുണം ഗുപ്തമായിരുന്നു, അതായത് ഒളിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു എക്സ്പെരിമെന്റ് തുടരാൻ തീരുമാനിച്ചു. എവിടെ പോയി ആ ഉയരം കുറഞ്ഞ ഗുണം എന്ന് കണ്ടെത്താനായിട്ട്. അങ്ങനെ ഒന്നാം തലമുറയിൽ കിട്ടിയ സസ്യത്തെ അദ്ദേഹം സ്വപരാഗണം ചെയ്യുകയും ആ ഒരു രണ്ടാം തലമുറയിൽ ഒളിഞ്ഞിരുന്ന ഗുപ്തഗുണം കണ്ടെത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഇതിന്റെ തുടർച്ചയായി അദ്ദേഹം ചെയ്ത പരീക്ഷണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. മെൻഡലിന്റെ കണക്കെടുപ്പ്. രണ്ടാം തലമുറയിൽ ആകെ ലഭിച്ച 1064 ചെടികളിൽ 787 എണ്ണം ഉയരം കൂടിയവയും 277 എണ്ണം ഉയരം കുറഞ്ഞവയുമായിരുന്നു. ഇവ തമ്മിലുള്ള അനുപാതം ഏകദേശം 3:1 നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാം തലമുറയിലൂടെ കിട്ടുന്ന ചെടികളുടെ അനുപാതം, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 3:1 അല്ലേ? ഇവിടെ നോക്കൂ, 1064 ചെടികളാണ് രണ്ടാം തലമുറയിൽ ആകെ ലഭിച്ചത്. ഈ ചെടികളിൽ 787 എണ്ണം എന്താണ്? ഉയരം കൂടിയതാണ്. 277 എണ്ണവും ഉയരം കുറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒന്നാം തലമുറയിൽപ്പെട്ട ചെടി എങ്ങനെയുള്ളതായിരിക്കും? ഉയരം കൂടിയ ചെടിയിലായിരിക്കുക. ഉയരം കൂടിയ ചെടി ഒന്നാം തലമുറയിൽ കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചെടിയിൽ സ്വപരാഗണം ചെയ്തിട്ട് രണ്ടാം തലമുറ സസ്യങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ കിട്ടുന്നത് എന്താണ്? 787 എണ്ണം ഉയരം കൂടിയവയും 277 എണ്ണം ഉയരം കുറഞ്ഞവയുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പറയാം, രണ്ടാം തലമുറ എന്ന് പറയുന്നത് 3:1 എന്ന അനുപാതത്തിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിലൂടെ ഒന്നാം തലമുറ സസ്യം ഏതാണെന്നും ഏകദേശം അനുപാതം എത്രയായിരിക്കുമെന്ന് നമുക്ക് കണ്ടെത്താം. ഇവിടെ നോക്കൂ, മാതൃപിതൃ സസ്യങ്ങൾ. എന്താണ് അതിന്റെ സ്വഭാവം? പൂക്കളുടെ സ്ഥാനത്തുള്ളതാണ് കേട്ടോ. അപ്പൊ പൂക്കളുടെ സ്ഥാനം എന്ന സ്വഭാവമാണ് എടുത്തത്. അതിൽ തന്നെ 2 അരികുകളില്ലേ? ഏതൊക്കെയാണ്? വശങ്ങളിൽ വിരിയുന്ന പൂവും അഗ്രങ്ങളിൽ വിരിയുന്ന പൂവും. അങ്ങനെ വശങ്ങളിലും അഗ്രങ്ങളിലും വിരിയുന്ന പൂവിനെ ഗ്രിഗർ ജോഹാൻ മെൻഡൽ മാതൃപിതൃ സസ്യമായി എടുത്തു. എന്നിട്ട് അതിന്റെ ഒന്നാം തലമുറ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇങ്ങനെ വശങ്ങളിലും അഗ്രങ്ങളിലും പൂക്കൾ വിരിയുന്ന സസ്യങ്ങൾ തമ്മിൽ വർഗസങ്കലനം ചെയ്താൽ ഒന്നാം തലമുറയിൽ കിട്ടുന്ന സസ്യം ഏതായിരിക്കും? അത് കിട്ടാനായിട്ട് നമ്മൾ രണ്ടാം തലമുറ നോക്കിയാൽ മതി. രണ്ടാം തലമുറയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചെടി ഏതാണോ അതായിരിക്കും ഒന്നാം തലമുറയിൽ ഉണ്ടായിട്ടുണ്ടാവുക. എന്നിട്ടല്ലേ അവർ രണ്ടാം തലമുറ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടാം തലമുറയിൽ ഈ ഒരു പൂക്കളുടെ സ്ഥാനം വെച്ച് സ്വപരാഗണം ചെയ്യുമ്പോൾ അവർക്ക് 651 ചെടികളും വശങ്ങളിൽ പൂ വിരിയുന്നതും 207 ചെടികളിലും അഗ്രങ്ങളിലാണ് പൂ വിരിയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ആരാണ്? 651 ആണല്ലേ? അപ്പൊ അതേതാണ്? വശങ്ങൾ വിരിയുന്ന പൂവാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാം തലമുറയിൽ പെടുന്ന ചെടികൾ ഏതായിരിക്കും കൂടുതൽ? വശങ്ങളിലാണ് കേട്ടോ. അപ്പോൾ വശങ്ങളിൽ പൂ വിരിയുന്ന ചെടിയെ ആയിരിക്കും ഒന്നാം തലമുറയിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? വശങ്ങൾ വിരിയുന്ന പൂവിനെ സ്വപരാഗണം ചെയ്തിട്ട് രണ്ടാം തലമുറ കണ്ടെത്തി. അവിടെ അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? അഗ്രങ്ങൾ വിരിയുന്ന പൂവ് രണ്ടാം തലമുറയിൽ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ രണ്ടാം തലമുറയിൽ പെടുന്ന ചെടികളുടെ ഏകദേശം അനുപാതം എന്തായിരിക്കും? 3:1 ആയിരിക്കും. ഏകദേശ അനുപാതമാണ് കേട്ടോ. ഇനി മാത്സിൽ വലിയ പുള്ളികളായിട്ടുള്ള ആൾക്കാരെ 651:207 വെട്ടി ചെറുതാക്കാൻ നോക്കിയിട്ട് 3:1 കിട്ടിയില്ല, അയ്യോ അതെന്താ അങ്ങനെ എന്നൊന്നും ആലോചിക്കേണ്ട. അവിടെ എന്താ? ഏകദേശ അനുപാതമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശ അനുപാതം എപ്പോഴും രണ്ടാം തലമുറ ചെടികൾക്ക് എത്രയായിരിക്കും? 3:1 ആയിരിക്കും. എങ്ങനെയാണ് മിസ്സേ ഇവിടെ ഒന്നാം തലമുറ കിട്ടിയേ എന്ന് ആലോചിച്ചിരിക്കേണ്ട. നമ്മൾ രണ്ടാം തലമുറ നോക്കി രണ്ടാം തലമുറയിൽ ഏറ്റവും കൂടുതൽ ചെടികൾ ഏതാണെന്ന് നോക്കുക. അതിവിടെ എന്താണ്? 651 വശങ്ങൾ വിരിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാം തലമുറയിൽ പെടുന്ന ഏത് ചെടിയായിരിക്കും? വശങ്ങൾ വിരിയുന്ന പൂവുള്ള ചെടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴെ മറ്റൊരു വർഗസങ്കലന പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പറയണം കേട്ടോ. വിത്തിന്റെ ആകൃതിയാണ് ഒരു സ്വഭാവമായി എടുത്തത്. നമുക്കറിയാം, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 വിപരീത ഗുണങ്ങളാണ് അല്ലെ? ഇവിടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്താ? വിത്തിന്റെ ആകൃതി. അതിന് 2 വിപരീത ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഉരുണ്ടതും ചുളുങ്ങിയതും. അങ്ങനെ വിത്തിന്റെ ആകൃതി ഉരുണ്ടതും ചുളുങ്ങിയതുമായിട്ടുള്ള മാതൃപിതൃ സസ്യമാണ് ആരെടുത്തത്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ എടുത്തത്. എന്നിട്ട് അദ്ദേഹത്തിന് ഒന്നാം തലമുറയിൽ കിട്ടിയ ചെടി ഏതായിരിക്കും? അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുക, രണ്ടാം തലമുറയിൽ നോക്കുക, ഏറ്റവും കൂടുതൽ ഏതാന്ന് കണ്ടെത്തുക. 852 ഉരുണ്ടതും കിട്ടി, 299 ചുളുങ്ങിയതും കിട്ടി. അപ്പൊ അതിനർത്ഥം എന്താ? ഒന്നാം തലമുറയിലെ ചെടി എന്ന് പറയുന്നത് വിത്തിന്റെ ആകൃതി ഉരുണ്ടതായിട്ടുള്ള ചെടിയായിരിക്കും അല്ലെ? അപ്പൊ ഒന്നാം തലമുറയിലെ ചെടി എന്ന് പറയുന്നത് എന്താ? ഉരുണ്ട വിത്തുള്ള ചെടിയാണ് കേട്ടോ.
അപ്പൊ നോക്കാം രണ്ടാം തലമുറയിൽ ഏതൊക്കെയുണ്ട്? 852 ഉരുണ്ടതും കിട്ടി, 299 ചുളുങ്ങിയതും കിട്ടി അല്ലെ. അപ്പൊ ചുളുങ്ങിയത് എന്ന ആ ഒരു ഗുണം എവിടെ കണ്ടെത്തി? രണ്ടാം തലമുറയിലാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏകദേശ അനുപാതം എന്തായിരിക്കും? 3:1 തന്നെയാണ്. 852:299 എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശ അനുപാതം വെട്ടി ചെറുതാക്കി നോക്കുമ്പോൾ ഏകദേശ അനുപാതം എന്ന് പറയുന്നത് എന്താണ്? 3:1 ആണ്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, രണ്ടാം തലമുറയിൽ പെടുന്ന ചെടികളുടെ ഏകദേശ അനുപാതം എന്ന് പറയുന്നത് എപ്പോഴും 3:1 ആയിരിക്കും. ഇനി രണ്ടാം തലമുറ ചെടികളിൽ ഏറ്റവും കൂടുതൽ ചെടി ഏതാണോ അതായിരിക്കും ഒന്നാം തലമുറയിൽ കിട്ടുന്നുണ്ടാവുക. ആ ഒന്നാം തലമുറയിൽ കിട്ടുന്ന ചെടിയെ സ്വപരാഗണം ചെയ്തിട്ടാണ് രണ്ടാം തലമുറ കണ്ടെത്തുന്നത്. മനസ്സിലായല്ലോ? ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടതിന് കാരണം എന്തായിരിക്കും? ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിന്റെ ആൻസർ താഴെ തന്നെ നൽകിയിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടതിന് കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ, വിത്തിന്റെ ആകൃതി ഉരുണ്ടതും ചുളുങ്ങിയതും എടുത്തു അല്ലെ. അതിൽ ഒന്നാം തലമുറയിൽ ഏത് ഗുണമാണ് കിട്ടിയത്? ഉരുണ്ട വിത്തായിട്ടുള്ള ചെടിയാണ് കിട്ടിയത്. അവിടെ ഗുപ്തഗുണം ഏതാണ്? ചുളുങ്ങിയ വിത്തുള്ള ചെടിയല്ലേ. അപ്പോൾ ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം, അതായത് ചുളുങ്ങിയ ആകൃതിയുള്ള വിത്തുള്ള ചെടി, ആ ഒരു ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെ. അതെന്താണ് അതിന് കാരണം? അതാ നോക്കൂ. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നതാണ് ഇതിന് കാരണമെന്ന് മെൻഡൽ അനുമാനിച്ചു. അപ്പോൾ എന്താണ്ടായത്? ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഇവിടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ഉരുണ്ട ആകൃതിയുള്ള വിത്തും ചുളുങ്ങിയ ആകൃതിയുള്ള വിത്തും. ഈ സ്വഭാവം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരുന്നില്ല. അതായത് ഉരുണ്ട ആകൃതിയുള്ള വിത്തും ചുളുങ്ങിയ ആകൃതിയുള്ള വിത്തും തമ്മിൽ എന്ത് ചെയ്യില്ല? കൂടിച്ചേരുന്നില്ല. അങ്ങനെ കൂടിക്കലരാതെ വേർപിരിയുന്നതാണ് ഇതിന് കാരണം എന്നാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ കണ്ടെത്തിയത്. അതായത് ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി എന്ന ഒന്നാം തലമുറ സസ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ലിംഗകോശങ്ങളിൽ പകുതി എണ്ണത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ടിയും പകുതി എണ്ണത്തിൽ സ്മോൾ ലെറ്റർ ടി ആയിരിക്കും. ഈ ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും തമ്മിൽ എന്ത് ചെയ്യില്ലെന്ന് പറഞ്ഞേ? കൂടിക്കലരുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാം തലമുറയിലുള്ള ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ കാണപ്പെടാൻ കാരണം. അവ തമ്മിൽ കൂടിക്കലരുന്നില്ല. ക്ലിയർ ആയല്ലോ? ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഒരു നിഗമനത്തിലെത്തി. അതെന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിഗമനം ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ്. ഫോർ എക്സാമ്പിൾ, പൂവിന്റെ സ്ഥാനം, അതാണ് ഒരു സ്വഭാവം. അതിന്റെ രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? വശങ്ങളിൽ വിരിയുന്ന പൂവും അഗ്രങ്ങളിൽ വിരിയുന്ന പൂവും. അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ്. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ എന്തായിരുന്നു? ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുന്നുണ്ട്. ആ പ്രകടമാകുന്ന ഗുണത്തെ പ്രകട ഗുണമെന്നും മറ്റൊന്ന് മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഗുപ്തഗുണമെന്നും പറഞ്ഞു. ഒന്നാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. അത് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. ഒന്നാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണം എവിടെ കാണുന്നുണ്ട്? രണ്ടാം തലമുറയിൽ കാണപ്പെടുന്നുണ്ട്. രണ്ടാം തലമുറയിലെ പ്രകടമായതും മറിഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം എപ്പോഴും 3:1 ആണ്. അതായത് രണ്ടാം തലമുറയിലൂടെ കിട്ടുന്ന ചെടികളുടെ അനുപാതം എല്ലായ്പ്പോഴും 3:1 ആയിരിക്കും. സോ ഇതെല്ലാമാണ് ആദ്യത്തെ പരീക്ഷണം നടത്തിയത് വഴി ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ. ആദ്യ പരീക്ഷണത്തിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം മാത്രമേ മെൻഡൽ നിരീക്ഷണ വിധേയമാക്കിയുള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ പരീക്ഷണം അദ്ദേഹം എന്താണ് എടുത്തത്? ഉയരം എന്ന ഗുണമായിരുന്നു അല്ലെ. ഉയരം എന്ന ഗുണം എടുത്തു, എന്നിട്ട് അതിന്റെ രണ്ട് വിപരീത ഗുണങ്ങൾ എടുത്തു. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. അങ്ങനെ ആ രണ്ട് ചെടികൾ തമ്മിൽ വർഗസംഘം നടത്തിയപ്പോൾ ഒന്നാം തലമുറയിൽ കിട്ടിയത് എന്താണ്? ഉയരം കൂടിയ ചെടിയാണ്. ആ ഉയരം എന്ന സ്വഭാവം മാത്രമേ അദ്ദേഹം എടുത്തുള്ളൂ. ഇനി ഒന്നാം തലമുറയിലെ ചെടിയെ അദ്ദേഹം സ്വപരാഗണം ചെയ്തപ്പോഴാണ് പിന്നീട് ഒളിഞ്ഞിരുന്നിട്ടുള്ള ആ ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്നത് അദ്ദേഹം ആദ്യ പരീക്ഷണത്തിൽ എടുത്തിട്ടുള്ളത് ഒരു ജോഡി വിപരീത ഗുണമാണ്. അതായത് ഒരു സ്വഭാവത്തെ എടുക്കുകയും അതിന്റെ രണ്ട് വിപരീത ഗുണങ്ങൾ എടുക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സ്വഭാവങ്ങൾ എടുക്കുകയും രണ്ട് സ്വഭാവങ്ങളുടെയും ഓരോന്നിന്റെയും രണ്ട് വിപരീത ഗുണങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്വഭാവത്തിനെ നിർണ്ണയിക്കുന്ന രണ്ട് ഘടകങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ട് സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്നത് എത്ര ഘടകങ്ങളായിരിക്കും? 4 ഘടകങ്ങളായിരിക്കും. ആ 4 ഘടകങ്ങളും ചേർന്നിട്ടാണ് അദ്ദേഹം മറ്റൊരു പരീക്ഷണം നടത്തിയത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പൊ ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഉയരമാണ്. രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് പൂവിന്റെ സ്ഥാനമാണ്. മനസ്സിലായോ? ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഉയരം, രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് പൂവിന്റെ സ്ഥാനം. ഈ ഉയരത്തിന്റെ രണ്ട് വിപരീത ഗുണങ്ങളാണ് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും.
ഇനി പൂവിന്റെ സ്ഥാനം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിന്റെ രണ്ട് ഘടകങ്ങളാണ് വശങ്ങളിൽ വിരിയുന്ന പൂവും അഗ്രങ്ങളിൽ വിരിയുന്ന പൂവും. അപ്പോൾ 4 വിപരീത ഗുണങ്ങളായില്ലേ? ഇനിയും മനസ്സിലായിട്ടില്ലാത്തവർ ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടോ. നോക്കൂ, മാതൃസസ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അദ്ദേഹം ഈ ഒരു പരീക്ഷണത്തിൽ 2 സ്വഭാവങ്ങളും അതിന്റെ വിപരീത ഗുണങ്ങളുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്വഭാവം എന്ന് പറയുന്നത് എന്താ? ഉയരമാണ് ഒരു സ്വഭാവം. മറ്റൊരു സ്വഭാവമാണ് വിത്തിന്റെ ആകൃതി. ഏതൊക്കെയാണ്? ഉയരം എന്ന ഒരു സ്വഭാവവും വിത്തിന്റെ ആകൃതി എന്ന മറ്റൊരു സ്വഭാവവും തമ്മിൽ കൂടിച്ചേർത്തിട്ടാണ് മാതൃസസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മാതൃസസ്യം എന്ന് പറയുന്നത് ഉയരത്തെ ബേസ് ചെയ്ത് ഉയരം കൂടിയതാണ്. ഉയരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഘടകം ഏതാണ്? ഉയരം കൂടിയത്. ഇനി വിത്തിന്റെ ആകൃതിയെ ബേസ് ചെയ്തിട്ടുള്ള ഘടകം ഏതാണ്? ഉരുണ്ട വിത്താണ് കേട്ടോ. എന്താകൃതിയുള്ള വിത്താണ്? ഉരുണ്ട വിത്ത്. അതിനെ ഡിനോട്ട് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ. കണ്ടോ? അപ്പോൾ ഉയരം കൂടിയത് എന്ന അർത്ഥത്തിൽ, ടോൾ എന്ന അർത്ഥത്തിൽ ടി എടുത്തു. ഉരുണ്ട വിത്ത്, റൗണ്ട് എന്ന അർത്ഥം. എന്താണ്? റൗണ്ട്. അപ്പൊ എന്തെടുത്തു? ക്യാപിറ്റൽ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ. കാരണം ഉരുണ്ട വിത്താണല്ലോ. ഇനി മറ്റൊരു സസ്യം, 2 സസ്യങ്ങൾ വേണമല്ലോ, അതിനെയല്ലേ വർഗ്ഗസങ്കലനം ചെയ്യുന്നത്. അവിടെ എന്തെടുത്തു? ഉയരം കുറഞ്ഞത്. ഇവിടെ ഉയരം കൂടിയത് എടുത്തപ്പോ ഇവിടെ ഉയരം കുറഞ്ഞതാണ്. കണ്ടോ? ഇനി ചുളിഞ്ഞ വിത്താണ് കേട്ടോ. എന്ത് വിത്താണ്? ചുളിഞ്ഞ വിത്ത്. ഇവിടെ ഉരുണ്ട വിത്തല്ലേ വിത്തിന്റെ ആകൃതി. ഇവിടുത്തെ ആകൃതി എന്താണ്? ചുളിഞ്ഞ വിത്താണ്. അപ്പോൾ 2 ഘടകങ്ങളായില്ലേ? അതായത് ഉയരം കുറഞ്ഞത് എന്ന് പറയുന്നത് ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകവും ചുളിഞ്ഞ വിത്ത് എന്ന് പറയുന്നത് വിത്തിന്റെ സ്ഥാനത്തെ നിർണ്ണയിക്കുന്ന ഘടകവുമാണ്. ഇവ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? വർഗ്ഗസങ്കലനം ചെയ്യുന്നത്. ഉയരം കുറഞ്ഞത് എന്നതിനെ സൂചിപ്പിക്കാനായിട്ട് സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി. ചുളിഞ്ഞ വിത്ത് എന്നതിനെ സൂചിപ്പിക്കാനായിട്ട് സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നു? വർഗ്ഗസങ്കലനം നടത്തുന്നു. അപ്പോൾ ബീജകോശങ്ങൾ ഉണ്ടാവണം അല്ലേ? ഇനി ഇവിടെ രണ്ടും ഒരുപോലത്തെയാണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. അപ്പോൾ ഒരു ബീജകോശം വന്നു. ഏതാണ്? ക്യാപിറ്റൽ ടി തന്നെ. ഇവിടെയോ റൗണ്ട് വിത്തിന്റെ ആകൃതി അല്ലേ? അപ്പൊ എന്തെടുത്തു? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. അപ്പോൾ ഒരു ക്യാപിറ്റൽ ആർ വന്നു. അപ്പോൾ ടി ആർ എന്ന് പറയുന്നതാണ് ഈ ഒരു ചെടിയുടെ ബീജകോശം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ ഏതാണ് ബീജകോശം വരിക? സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് എന്താ? ഉയരം കുറഞ്ഞതാണല്ലേ? അപ്പോൾ ഒരു സ്മോൾ ലെറ്റർ ടി വന്നു. ഇനി സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. അത് ചുളിഞ്ഞ വിത്താണ്. അപ്പൊ അതിലൊരു ബീജകോശം എന്ന് പറയുന്നത് ആറാണ് അല്ലേ? അപ്പോൾ സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നതാണ് ഈ ഒരു ചെടിയുടെ ബീജകോശം. ഇവ തമ്മിൽ വർഗ്ഗസങ്കലനം നടക്കുമ്പോൾ 1ാം തലമുറയിൽപ്പെട്ട ചെടി എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ ആ ചെടിയുടെ പേര് എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെടിയെ സൂചിപ്പിക്കാനായിട്ട് സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും വരികയാണെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സവിശേഷതയാണ് ആ ചെടിക്ക് ഉണ്ടാകുക അല്ലേ? ഇവിടെ നോക്കൂ, ഈ ഒരു സിമ്പലില് സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ സ്വഭാവം നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? ഉയരം എന്നാണ് അല്ലേ? ഉയരത്തെ നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഉയരം കൂടിയതുകൊണ്ട് ഉയരം കുറഞ്ഞതുകൊണ്ട്. എന്നാൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ഏതാണുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ടി. അതിന്റെ ഘടകമാണ് നമ്മൾ ആ ഒരു ചെടിയുടെ സവിശേഷതയായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെടി എന്തായിരിക്കും? ഉയരം കൂടിയതാണ്. എന്താണ്? ഉയരം കൂടിയത്. ഇനി മറ്റൊരു സവിശേഷത, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ അല്ലേ? അങ്ങനെയല്ല അവിടെ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. സ്മോൾ ലെറ്റർ ആറിനെ അവിടെ പരിഗണിക്കുന്നേ ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നതിന്റെ ഗുണം എന്താണ്? ഉരുണ്ട വിത്തല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിട്ടുള്ള ചെടിയാണ് നമുക്ക് 1ാം തലമുറയിൽ ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? 1ാം തലമുറയിൽ കെട്ടുന്ന ചെടി ഇങ്ങനെയുള്ളതാണ്. ഉയരം കൂടുതലും ഉരുണ്ട വിത്തുമാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മൾ ഒരു ചെടിയെ സിമ്പൽ ഉപയോഗിച്ച്, സൂചകങ്ങൾ ഉപയോഗിച്ച് അതിനെ ചിത്രീകരിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ആ ചെടിക്കുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിന്റെ സവിശേഷത മാത്രമേ ആ ചെടിക്ക് എടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട്. അതിൽ ക്യാപിറ്റൽ ലെറ്റർ ടി സൂചിപ്പിക്കുന്നത് ഉയരം കൂടുതലിനെയാണ്. അപ്പോൾ അത് ഉയരം കൂടിയ ചെടിയാണ്. ദെൻ സ്മോൾ ലെറ്റർ ആർ ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ആർ ഉണ്ട്. അവിടെയും നമ്മൾ എടുക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ സവിശേഷതയാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ ഡിനോട്ട് ചെയ്യുന്നത് ഉരുണ്ട വിത്തിനെയാണ്. അങ്ങനെയാണെങ്കിൽ 1ാം തലമുറയിൽ നമുക്ക് ലഭിക്കുന്ന സസ്യം ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമുള്ളതുമായിരിക്കും. അദ്ദേഹം അവിടെ വെച്ചൊന്നും നിർത്തിയില്ല. കാരണം നമുക്ക് കണ്ടെത്തണം ഒരു ഗുണം. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഗുണം ഏതാണ്? ഉയരം കുറഞ്ഞതും ചുളിഞ്ഞ വിത്തുമായിട്ടുള്ള ഗുണം ഉണ്ടല്ലോ, അത് അവിടെ കണ്ടെത്താറുണ്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാണ്? ഈ 1ാം തലമുറയിൽ കിട്ടിയ ചെടിയെ സ്വപരാഗണം ചെയ്യുന്നു. അതായത് ഒരു ചെടിയുടെ പരാഗണ സ്ഥലത്ത് അതിന്റെ തന്നെ പൂമ്പൊടി വിതറുന്നു. അതാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ 1ാം തലമുറയിൽ കിട്ടിയ ചെടി ഏതാണ്? പറയൂ. ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിട്ടുള്ള ആ ചെടിയെ അദ്ദേഹം എന്ത് ചെയ്തു? സ്വപരാഗണം ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ? 1ാം തലമുറയുടെ സ്വപരാഗണം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ ക്രോസ് ചെയ്യുന്നു, വർഗ്ഗസങ്കലനം നടത്തുന്നു. അതായത് സ്വപരാഗണമാണ് നടത്തുന്നത്.
ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഇനി ഇവ ഓരോന്നിന്റെയും ബീജകോശങ്ങൾ വേണ്ടേ? വേണം. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇവയാണ് ഇവിടെ താഴെ തന്നിട്ടില്ലേ, ഇതാണ് ബീജകോശങ്ങൾ. ഇനി അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ. ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടില്ലേ മക്കളെ? ഇതാണ് ബീജകോശങ്ങൾ. ഇത് എവിടുന്ന് കിട്ടിയെന്നാവും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കണ്ടാവും അല്ലേ? ഇതല്ലേ മക്കളെ നമ്മുടെ ചെടി. ഈ ചെടിയുടെ ബീജകോശങ്ങളാണ് ഇതാ ഇവിടെയുമായിട്ട് എഴുതിയിട്ടുള്ളത്. കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ ടി വന്നു, ക്യാപിറ്റൽ ലെറ്റർ ആർ വന്നു. അത് ഇവിടെ ഉള്ളതല്ലേ? അതെ. ഇനി ക്യാപിറ്റൽ ലെറ്റർ ടി വന്നു, സ്മോൾ ലെറ്റർ ആർ വന്നു. ദേ ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ആറും. അത് മറ്റൊരു ബീജകോശമാണ്. അങ്ങനെ 4 ബീജകോശങ്ങളായിരിക്കും ഒന്നാം തലമുറയിലുള്ള ചെടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു ചെടിയുടെ ബീജകോശങ്ങൾ ഇവിടെ എഴുതി, ഇനി മറ്റൊരു ചെടിയുടെ ബീജകോശങ്ങൾ എഴുതി. സെയിം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ടോ? നമ്മൾ ആദ്യത്തെ ആ ഒന്നാം തലമുറ കണ്ടെത്താനായിട്ട് ചെയ്തപ്പോൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ബീജകോശം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ പക്ഷെ എളുപ്പമായിരുന്നു, രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ടി ആയിരുന്നു. അത് കാരണം ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി മാത്രം എഴുതിയാൽ മതി. ഇനി ഇവിടെ രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അതോടുകൂടി ബീജകോശം അവിടെ നിന്നു. അതേപോലെ തന്നെയല്ലേ ഇവിടെയും സ്മോൾ ലെറ്റേഴ്സ് ആണ് എല്ലാം. അപ്പോൾ സ്മോൾ ലെറ്റർ ടി മാത്രം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇവിടെയോ സ്മോൾ ലെറ്റർ ആർ. അപ്പോഴും ഇവിടെ ഒരു ബീജകോശം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒന്നാം തലമുറയിൽ കിട്ടിയ ആ ചെടിക്ക് എത്ര ബീജകോശങ്ങൾ വരുന്നുണ്ട്? 4 എണ്ണം വരുന്നുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി അല്ല, സ്മോൾ ലെറ്റർ ഉണ്ട്. കണ്ടോ? അങ്ങനെ വരുമ്പോൾ ഓരോ ചെടിക്കും എത്ര ബീജകോശങ്ങൾ വരുന്നുണ്ട്? 4 ബീജകോശങ്ങൾ വരുന്നുണ്ട്. ഈ 4 ബീജകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് 16 ചെടികളെ കിട്ടും. എത്ര ചെടികൾ കിട്ടുന്നത്? 16 ചെടികൾ കിട്ടും. അത് ഏതൊക്കെയാന്ന് നോക്കാം. കണ്ടോ? ഇവിടെ ഒരു ടേബിൾ വരച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചെടി ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ നമ്മൾ എഴുതി. ഇനി ആ ചെടി എങ്ങനെയുള്ളതായിരിക്കും നിങ്ങൾ പറയൂ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ആദ്യം നോക്കേണ്ടത് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നോക്കി, അവിടെ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉയരം കൂടിയത്. ദെൻ അടുത്തത് നോക്കൂ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയാണല്ലേ? അങ്ങനെയാണെങ്കിലോ ഉരുണ്ട വിത്ത് അല്ലേ? അപ്പോൾ ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമാണ് ആദ്യത്തെ ചെടിയായിട്ട് നമുക്ക് കിട്ടിയത്. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്തു. ഇനി എങ്ങനെ വരിക? ഇതുമായിട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ചെടിയെ സൂചിപ്പിക്കുന്ന സിമ്പിൾ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. കണ്ടോ? ഇതായി ഇങ്ങനെ എടുത്ത് എഴുതാൻ വേണ്ടു. ആദ്യം ടോളസ്റ്റിനെ സൂചിപ്പിക്കുന്ന സൂചകവും പിന്നെ റൗണ്ട് അഥവാ വിത്തിനെ സൂചിപ്പിക്കുന്ന സൂചകവുമാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ടി എഴുതി, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഈ ഒരു ചെടി എങ്ങനെയുള്ളതായിരിക്കും? രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണല്ലേ? രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഉയരം കൂടിയതാണ്. മറ്റൊന്ന് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ടും വന്നു അല്ലേ? സ്മോൾ ലെറ്ററും വന്നു, ക്യാപിറ്റൽ ലെറ്ററും വന്നു. പക്ഷെ നമുക്ക് എടുക്കേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിന്റെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉരുണ്ട വിത്ത് തന്നെയല്ലേ? അപ്പോൾ ഉയരം കൂടിയതും ഉരുണ്ട വിത്തും തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ചെടിയായിട്ട് കിട്ടിയത്. ഇനി മൂന്നാമത്തെ ചെടി എങ്ങനെ വരും? ദാ ഈ ഒരു ബീജകോശവും ഇവിടെ കാണുന്ന ഈ ബീജകോശം തമ്മിൽ കൂടിച്ചേരുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇവിടെ എന്ത് വന്നു? ഉയരം കൂടിയ എന്ന ആ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ 2 ഘടകങ്ങൾ വന്നു അല്ലെ? ക്യാപിറ്റൽ ലെറ്റർ ടിയും ഉണ്ട്, സ്മോൾ ലെറ്റർ ടിയും ഉണ്ട്. പക്ഷെ നമുക്ക് എന്തിനെ എടുക്കണ്ടു? ക്യാപിറ്റൽ ലെറ്ററിനെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉയരം കൂടിയത്, അതാണ് അതിന്റെ സ്വഭാവം. ഇനി വിത്തിന്റെ ആകൃതിയിലോ രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? ഉരുണ്ട വിത്താണ്. കണ്ടോ? ഇനി ഇവിടെ എന്താ വരുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ അല്ലേ? അപ്പൊ ഇവിടെ എല്ലാത്തിലും സ്മോൾ ലെറ്റർ ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്. പക്ഷെ നമുക്ക് എടുക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഉയരം കൂടിയതാണ്, ഉരുണ്ട വിത്താണ്. അപ്പൊ ഈ ഒരു റോ കഴിഞ്ഞില്ലേ? ഇനി ഇതാ ഈ ഒരു റോയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ബീജകോശം ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ. അത് നേരെ മുകളിലുള്ള ബീജകോശവും ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇവ തമ്മിലാണ് ഇനി കൂടിച്ചേരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആ ചെടിയുടെ സിമ്പിൾ എഴുതുക? ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. അപ്പോഴും ഉയരം കൂടിയ തന്നെയാണ്, ഉരുണ്ട വിത്ത് തന്നെയാണ്. കാരണം ക്യാപിറ്റൽ ലെറ്റർ ആറും ഉണ്ട്, സ്മോൾ ലെറ്റർ ആറും ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ക്യാപിറ്റൽ ലെറ്ററിന്റെ ആ ഒരു സവിശേഷതയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഉരുണ്ട വിത്ത് തന്നെയാണ്. ഇനി ഇവിടെ എഴുതുമ്പോഴോ ഇതാണ് ബീജകോശം, അത് നേരെ മുകളിലുള്ളത് ഇത്. ഇവ തമ്മിൽ എന്താ ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു അല്ലെ? അപ്പോൾ ഇവിടെ എഴുതണം ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ആദ്യം ഉള്ളത്, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി. അപ്പൊ നമുക്ക് അവിടെ ഒരു സംശയമില്ല, കാരണം അത് എന്ത് ചെടിയായിരിക്കും? ഉയരം കൂടിയ ചെടിയായിരിക്കും. എന്നാലോ രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആണ് അല്ലെ? സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഇവിടെ ആരില്ല? ക്യാപിറ്റൽ ലെറ്റർ ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിനെ സൂചിപ്പിക്കുന്ന സവിശേഷത എന്താണ്? ചുളുങ്ങിയ വിത്താണ്. അപ്പോൾ ഈ ഒരു ചെടി ഉയരം കൂടിയതും
ചുളിഞ്ഞ വിത്തുമുള്ള ചെടിയാണ്. കണ്ടോ? ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ടോ? ഇനി മറ്റൊരു ബീജകോശമാണ് സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. അതിനിവിടെ അടുത്തുള്ളതോ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ. ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഈ ഒരു ചെടി ഏതായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ എന്താണ് ആ ചെടിയിൽ വരിക? രണ്ടിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഉയരം കൂടിയതാണ്, ഉരുണ്ട വിത്തുമാണ്. കണ്ടോ? ഇനി ഇവിടെ എന്താ വരുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. കണ്ടോ? ഈ ഒരു ചെടി ഉയരം കൂടുതലുള്ളതാണ്. ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട്. എന്നാലോ സ്മോൾ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും ആണ്. അങ്ങനെയാണെങ്കിലോ ചുളുങ്ങിയ വിത്തുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ചെടിയും ഇവിടെ കാണുന്ന ഈ ചെടിയും എങ്ങനെയുള്ളതാണ്? ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തുമുള്ള ചെടിയാണ്. ഓക്കെ. ഇനി മറ്റൊരു ബീജകോശം നോക്കൂ. സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ ക്യാപിറ്റൽ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ എങ്ങനെയാണ് വരിക? ഉയരം കൂടിയ ചെടിയാണ്, പിന്നെ ഉരുണ്ട വിത്തുമുള്ള ചെടിയാണ്. ഓക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒരു ചെടിയെ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടോ എങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ സവിശേഷത മാത്രമാണ് എഴുതേണ്ടത്. അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒട്ടുമില്ലെങ്കിൽ മാത്രമേ നമ്മൾ സ്മോൾ ലെറ്ററിന്റെ സവിശേഷത എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇവിടുത്തെ ചെടി എങ്ങനെയായിരിക്കും? ബീജകോശം ഇതാണ്, ഇവിടെ കാണുന്ന ബീജകോശം ഇതാണ് അല്ലേ? രണ്ട് ചെടികളുടെ ബീജകോശമാണ് കേട്ടോ ഇവിടെ താഴെയും മുകളിലായിട്ട് എഴുതിയിട്ടുള്ളത്. സോ അവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയ ചെടിയാണ്, ഉരുണ്ട വിത്തുമുള്ള ചെടിയാണ്. ഇനി ഇവിടുത്തെ ബീജകോശം ഏതാണ്? സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ ഇവിടുത്തെ ചെടി എങ്ങനെയായിരിക്കും? ഉയരത്തെ നോക്കുക. കണ്ടോ? രണ്ടും എന്താണ്? സ്മോൾ ലെറ്റേഴ്സ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ കാണാനേ ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്മോൾ ലെറ്ററിന്റെ സവിശേഷതയിലെ പ്ലാന്റിന് വരിക. അപ്പോൾ അതെന്താണ്? ഉയരം കുറഞ്ഞ ചെടിയാണ്. കണ്ടോ? ഉയരം കുറഞ്ഞ ചെടിയുമാണ്. ഒപ്പം എങ്ങനെയുള്ള വിത്താണ്? ഉരുണ്ട വിത്താണ്. കാരണം എന്താ? രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഉരുണ്ട വിത്താണ്. അപ്പോൾ ഉയരം കുറഞ്ഞ ചെടിയും ഉരുണ്ട വിത്തുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ഇവിടെ കാണുന്ന ചെടി എങ്ങനെയാണ് വരുന്നത്? സ്മോൾ ലെറ്റർ ടിയുമാണ്, സ്മോൾ ലെറ്റർ ആറുമാണ്. സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ ഇവിടുത്തെ ചെടി സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആയതുകൊണ്ട് ഉയരം കുറഞ്ഞ ചെടി തന്നെയാണ്, ഒപ്പം ഉരുണ്ട വിത്തുമുള്ള ചെടിയാണ്. ഇനി ഇവിടെ നോക്കൂ. ക്യാപിറ്റൽ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ ബീജകോശം, സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന ചെടി ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമുള്ളതാണ്. ഇനി ഇവിടെയാണെങ്കിലോ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. അങ്ങനെയാണെങ്കിൽ ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തുമുള്ള ചെടിയാണ്. ഇനി ഇവിടെയാണെങ്കിലോ സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. അങ്ങനെയാണെങ്കിൽ ഉയരം കുറഞ്ഞ ചെടിയും ഉരുണ്ട വിത്തുമുള്ള ചെടിയാണ്. ഇനി ഇവിടെയുള്ളതോ സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. അങ്ങനെയാണെങ്കിൽ ഉയരം കുറവുള്ളതും ചുളുങ്ങിയ വിത്തുമാണ്. കണ്ടല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ അത് കണ്ടെത്തി അല്ലേ? ഇതാണ് നമ്മുടെ ഒളിഞ്ഞിരുന്ന ഗുപ്തഗുണം അതല്ലേ? ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത് എന്ന ഗുപ്തഗുണം നമുക്ക് എവിടെ കണ്ടെത്താൻ പറ്റി? രണ്ടാം തലമുറയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിനിടയിലും നമുക്ക് മറ്റ് പല സവിശേഷതകളുമുള്ള ചെടികളും കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഉയരം കൂടിയ ഉരുണ്ട വിത്താണ് ഒന്നാം തലമുറയിൽ കിട്ടിയത്. ഇതിനെ സ്വപരാഗണം ചെയ്തപ്പോൾ ഉയരം കുറഞ്ഞത് ചുളിഞ്ഞ വിത്ത് എന്ന ആ ഒരു ഗുപ്തഗുണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ഒപ്പം മറ്റ് പല സവിശേഷതകളുമുള്ള ചെടികളെയും കിട്ടുകയും ചെയ്തു. മാതാപിതാക്കളിൽ പ്രകടമാവാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ കണ്ടുവരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ മാതാപിതാക്കളിൽ പ്രകടമാവാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങൾ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അതായത് മാതാപിതാക്കളിൽ ഇല്ലാത്ത സവിശേഷത എന്ന് പറയുന്നത് എന്താ? ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വ്യതിയാനമാണ് അല്ലെ? ആ വ്യതിയാനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ആ ഒരു മാതാവിലോ പിതാവിലോ ഒളിഞ്ഞിരുന്നിട്ടുള്ള ഗുപ്തഗുണമാണ് അടുത്ത തലമുറയിലേക്ക് വരുന്ന ആ കുഞ്ഞിന് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരിൽ അത് ഒളിഞ്ഞിരിക്കുകയാണ്. അവരിൽ ആ ഗുണമുണ്ടെങ്കിലും അത് ഒളിഞ്ഞിരിക്കുന്നു. എന്നാൽ അടുത്ത തലമുറയിലേക്ക് അത് വ്യാപരിക്കുകയാണ്, അതായത് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ആ കുഞ്ഞിൽ അത് പ്രകടമാകുന്നു, ആ കുഞ്ഞിൽ അത് ഉണ്ടാകുന്നു. അത് വ്യതിയാനമാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ കൂടി ആ ഒരു വ്യതിയാനം മാതാപിതാക്കളിലുണ്ട്, അത് അവരിൽ ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്?
മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് കിട്ടുന്ന ആ ഒരു സവിശേഷതയാണ്, അതാണ് പാരമ്പര്യം. എന്നാൽ വ്യതിയാനങ്ങൾ ആ കുട്ടികളിൽ മാതാപിതാക്കളിൽ നിന്ന് അതീതമായി ഉണ്ടാകുന്ന സവിശേഷതയാണ്. ഈ വ്യതിയാനങ്ങൾ ഈ മാതാപിതാക്കൾ തന്നെ ഉണ്ട്, പക്ഷെ അവരിൽ അത് ഒളിഞ്ഞിരിക്കുകയാണ്, അതൊരു ഗുപ്തഗുണമായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹം കണ്ടെത്തിയത് കേട്ടോ. മെൻഡൽ തിരിച്ചറിയപ്പെടുന്നു. പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തെക്കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായ നിഗമനങ്ങളാണ് മെൻഡൽ അവതരിപ്പിച്ചത്. പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല അല്ലേ? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രിഗർ ജോഹാൻ മെൻഡലിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഒരുപാട് പരീക്ഷണം നടത്തി കുറേയധികം നിഗമനങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്തു. പക്ഷെ ആരും ആ ഒരു നിഗമനങ്ങളെക്കുറിച്ചോ അദ്ദേഹം ചെയ്ത പരീക്ഷണങ്ങളെക്കുറിച്ചോ ഒട്ടും ബോധേഡല്ലായിരുന്നു. കാൾ കോറൻസ്, എറിക് ഷെർമാർക്ക്, ഹ്യൂഗോ ഡീവ്രീസ് എന്നീ ശാസ്ത്രജ്ഞന്മാർ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തെക്കുറിച്ച് സ്വതന്ത്രമായി സമാനമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ഈ 3 പേര് ആരൊക്കെയാണ്? കാൾ കോറൻസ്, എറിക് ഷെർമാർക്ക്, ഹ്യൂഗോ ഡീവ്രീസ്. ഇവർ 3 പേരും സ്വതന്ത്രമായിട്ടാണ്, അതായത് 3 പേരും ഒരുമിച്ചിട്ടല്ല ഈ പാരമ്പര്യ പ്രേഷണത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഈ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഗ്രിഗർ മെൻഡലിന്റെ പരീക്ഷണങ്ങളും നിഗമനങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ 3 പേരും ധാരാളം പരീക്ഷണമൊക്കെ നടത്തിയിട്ട് അവരും എന്തിലെത്തി? ഒരു നിഗമനത്തിലെത്തി. ആ സമയത്താണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ ഇതിനു മുന്നേ തന്നെ ഇത്തരം പാരമ്പര്യ പ്രേഷണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നും നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നും ഇവർ മനസ്സിലാക്കിയത്. അങ്ങനെ അവരെ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു സമയത്ത് ഗ്രിഗർ മെൻഡലിന്റെ അനുമാനങ്ങൾ ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന വിധത്തിൽ 3 പഠനഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തില്ല? ഞാനാണിത് ആദ്യമായി കണ്ടെത്തിയത് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്തു? ഇവർ ഈ 3 പേരും കണ്ടുപിടിച്ച നിഗമനങ്ങൾ അദ്ദേഹത്തിന്റെ നിഗമനങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ 1900 മെൻഡലിന്റെ അനുമാനങ്ങൾ നിയമങ്ങളായി പുനരാവിഷ്കരിച്ചു. അപ്പോൾ 1900 അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും നിഗമനങ്ങൾക്കുമെല്ലാം ഈ ലോകം അംഗീകാരം നൽകിയത്. പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് കാരണമെന്ന് ഗ്രിഗർ മെൻഡൽ വിശേഷിപ്പിച്ച ഘടകങ്ങളുടെ യഥാർത്ഥ രൂപമോ സവിശേഷതയോ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ വരെ കണ്ടെത്താനായിരുന്നില്ല. കണ്ടോ? അപ്പോൾ പാരമ്പര്യ സ്വഭാവങ്ങളെ കുറിച്ച് ഇതാണ് പാരമ്പര്യ സ്വഭാവങ്ങൾ പ്രേഷണം ചെയ്യുന്നു, അതിലൂടെയാണ് മാതാപിതാക്കളിൽ നിന്ന് വിഭിന്നമായിട്ട് കുട്ടികൾക്ക് പല സവിശേഷതകളും ഉണ്ടാകുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ചില ലിംഗകോശങ്ങളാണ്, എന്നാൽ അത് എന്താണെന്നൊന്നും ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ തുടർന്ന് വന്നിട്ടുള്ള പഠനങ്ങളിലൂടെയാണ് പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിൽ ന്യൂക്ലിക് ആസിഡായ DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് തന്മാത്രയ്ക്കുള്ള പ്രാധാന്യം ബോധ്യപ്പെടുകയും ഘടകങ്ങളെന്ന് മെൻഡൽ വിശേഷിപ്പിച്ച പാരമ്പര്യവാഹകർ DNA-യിലെ ജീനുകളാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. കണ്ടോ? അപ്പോൾ ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഘടകങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. എന്തിനെ? മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി പാരമ്പര്യ പ്രേഷണത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ആ ഒരു സ്വഭാവത്തെ, അവയെയാണ് അദ്ദേഹം ഘടകങ്ങൾ എന്ന് പറഞ്ഞത്. പക്ഷെ ആ ഘടകങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ പിൽക്കാലത്താണ് അദ്ദേഹം ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ജീനുകളാണെന്ന് കണ്ടെത്തിയത്. ഈ ജീനുകൾ DNA-യിലാണ് കാണപ്പെടുന്നത്. ക്രോമസോമുകളിലെ DNA-യുടെ ഘടനയെ സംബന്ധിച്ച കണ്ടെത്തലുകളാണ് പിൽക്കാല ജനിതക ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായത്. അപ്പോൾ ഈ ഘടകം എന്ന് പറയുന്നത് ജീനാണെന്ന് കണ്ടെത്തി അല്ലെ? അപ്പോൾ ആ ഒരു ജീനിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് പിൽക്കാലത്ത് ജനിതക ശാസ്ത്ര പഠനങ്ങളൊക്കെ കൂടുതൽ ഫാസ്റ്റ് ആവാൻ തുടങ്ങിയത്. എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, പക്ഷെ അത് ജീനാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ജനിതക ശാസ്ത്ര ശാഖ വളരാനായിട്ട് തുടങ്ങി. തന്മാത്ര ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖ ഇന്ന് ഏറ്റവും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഗവേഷണ മേഖലയാണ്. അത് കണ്ടെത്താനായിട്ട് എല്ലാം കാരണം ആരാണ്? ഗ്രിഗർ ജോഹാൻ മെൻഡലാണ്. സോ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 2 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ തമ്മിൽ വർഗസങ്കലനം ചെയ്താൽ കിട്ടുന്ന ചെടികളെ കുറിച്ചായിരുന്നു അല്ലെ? അതിൽ നമ്മൾ എടുത്തത് ഉയരം എന്ന സ്വഭാവത്തെയും വിത്തിന്റെ ആകൃതി എന്ന സ്വഭാവത്തെയായിരുന്നു. ഈ 2 സ്വഭാവങ്ങളുമായി 4 വിപരീത ഗുണങ്ങളെയാണ് നമ്മൾ വർഗസങ്കലനത്തിനായിട്ട് എടുത്തത്. പിന്നീട് നമ്മൾ പറഞ്ഞത് പാരമ്പര്യ പ്രേഷണത്തിലൂടെ മാതാപിതാക്കളിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്ന ആ ഘടകം എന്ന് പറയുന്നത് ജീനാണെന്ന് കണ്ടെത്താനുണ്ടായത്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Please subscribe my channel and share it. Thank you.